സാധാരണ ഞായറാഴ്ച പള്ളിയിൽ 15 പേര് 20 പേര് വരുന്നിടത്ത് 900 1000 പേര്, കുഞ്ഞു കുട്ടികളടക്കം പ്രായമായ നടക്കാൻ പറ്റാത്തവർ വരെ വന്ന് കുർബാനയും ധ്യാനവും. ചൂടാണ്, ആന്ധ്രയിൽ അറിയാമല്ലോ, ചൂട്. ആ മെയ് മാസത്തിലാണ് പോകുന്നത്. അവരവിടെ നിന്ന് കേൾക്കുക. സ്നേഹിതന് വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് കർത്താവിൻ്റെ ഒരു വചനം ഉണ്ടല്ലോ. അവൻ അത് കാത്താണല്ലോ അവൻ്റെ ജീവൻ കൊടുത്തത്. അതായത് കർത്താവ് നമുക്ക് വിവാഹ ജീവിതത്തിൽ 3 പേരെ തന്നുകൊണ്ട് അവരെ സ്വർഗത്തിലെത്തിക്കുക എന്നുള്ള വലിയൊരു ദൗത്യമാണ് ഏൽപ്പിച്ചത്. വാരിയേഴ്സ് ഓഫ് ഫെയ്ത്ത് എന്ന പ്രോഗ്രാമിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. നമുക്കറിയാം, നാം എന്തൊക്കെ തെറ്റുകൾ ചെയ്താലും നമ്മുടെ ദൈവം അതെല്ലാം ക്ഷമിക്കും. പക്ഷെ അതെല്ലാം ദൈവത്തെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ തെറ്റുകളേക്കാൾ ഈ സുവിശേഷത്തെക്കുറിച്ച്, നമ്മൾ അനുഭവിച്ച ഈശോയെക്കുറിച്ച് മറ്റുള്ളവരോട് പങ്കുവെക്കാതിരിക്കുമ്പോഴായിരിക്കും ഒരുപക്ഷെ ദൈവത്തെ അത് കൂടുതൽ വേദനിപ്പിക്കുക. ഈ തിരിച്ചറിവാണ് പല കുടുംബങ്ങളെയും ഇന്ന് ഈശോയെ പങ്കുവെച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് പ്രചോദിപ്പിക്കുന്നത്. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് വരാപ്പുഴ അതിരൂപതയിൽ കലൂരിലുള്ള ജസ്റ്റിൻ ടെസീറ്റ ദമ്പതികളുടെ വീട്ടിലാണ്. നമുക്ക് ഒരുപാട് സ്നേഹത്തോടെ അവരെ വെൽക്കം ചെയ്യാം. എന്തായാലും നമുക്ക് ഒന്ന് പരിചയപ്പെടുത്തി എന്ത് ചെയ്യുന്നു, വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. തീർച്ചയായിട്ടും. എന്നെ സംബന്ധിച്ച് ഞാൻ പോളിടെക്നിക്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഗവൺമെൻറ് പോളിടെക്നിക്, വനിതാ പോളിടെക്നിക്കിൽ നിന്ന് ഇപ്പോൾ 3 വർഷമായി റിട്ടയർ ചെയ്തിട്ട്. മൂത്തവൻ ജോയൽ, രണ്ടാമത്തത് ഇസാക്ക്, മൂന്നാമത്തത് എവിൻ. അങ്ങനെ 3 മക്കളാണ്, 3 ആൺമക്കളാണ്. ഇപ്പോൾ ജോയലിനെ സംബന്ധിച്ച് അവൻ്റെ ദൗത്യം പൂർത്തിയാക്കി അവൻ സ്വർഗത്തിലെത്തി എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുക. ഒരു 10 വർഷം മുമ്പ് ഒരു കൂട്ടുകാരനെ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് അവൻ സ്വർഗത്തിലേക്ക് പോയത്. പക്ഷെ അത് വളരെ സമാധാനപൂർവ്വം സ്വീകരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അതിന് സഹായിച്ചത് നമ്മളെ നവീകരണത്തിലൂടെയും യൂത്തിലൂടെയൊക്കെ നമുക്ക് കിട്ടിയ ആ ബോധ്യങ്ങളാണ്. ഞങ്ങൾ ഇതിലൂടെ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇത്രമാത്രം ദൈവം നമ്മളിൽ, ദൈവത്തിൻ്റെ ആ ബോധ്യങ്ങൾ നമ്മളിൽ നിറച്ചിട്ടുണ്ട്. സ്വർഗത്തെക്കുറിച്ചും നിത്യതയെക്കുറിച്ചൊക്കെ ഉള്ളൊരു ബോധ്യം ഞങ്ങളിലുണ്ട് എന്ന് മനസ്സിലാക്കിയത്. കാരണം ആ ദിവസം ഞാനിങ്ങനെ ഒന്ന് ഓർക്കുകയായിരുന്നേ. രാവിലെ സ്കൂളിലേക്ക് പോകുമ്പം കിടന്നുറങ്ങുന്ന മകനെയാണ് ഞാൻ കാണുന്നത്. അത് കഴിഞ്ഞ് വൈകുന്നേരം വരുമ്പോൾ അവൻ ഇല്ല. ഒരു ഫോൺ കോളാണ് വരുന്നത്. പെട്ടെന്ന് നമുക്കറിയാം 19 വയസ്സുള്ള നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷയാണല്ലോ മൂത്ത മക്കൾ എന്ന് പറഞ്ഞാൽ കൂടുതലും നമുക്കൊരു ഇതുണ്ടാവും. അപ്പം ആ ഒരു അവസ്ഥയിൽ ഇനി അവനില്ല, അവൻ പോയി എന്നും പറഞ്ഞ അവന് കാണാനില്ല എന്നാണ് പറയുന്നത്. ആദ്യം വെള്ളത്തിലാണല്ലോ. അപ്പൊ നമുക്കറിയാലോ, അത് അവൻ ഇവൻ്റെ ഒരു കൂട്ടുകാരൻ ഒന്നിച്ച്, അപ്പം അവൻ +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്ന ആ ഒരു ഗ്യാപ്പാണ്. അപ്പോൾ ഇവിടുത്തെ 3 സുഹൃത്തുക്കളോടൊപ്പം മഞ്ഞാലിക്കടുത്തുള്ളൊരു ബണ്ടിന്, ഒരു ടെമ്പററി ബണ്ടായിരുന്നു ആ സമയത്ത്. അപ്പം മണൽ അടിച്ചാണ് ആ ബണ്ട്. അപ്പോൾ അവനടുത്ത് ഒരു കൂട്ടുകാരൻ അതിൻ്റെ സൈഡിൽ കൂടി നടന്ന് അവൻ വെള്ളത്തിലേക്ക് പോയി. അപ്പോൾ അവൻ വെള്ളത്തിൽ പോയി കഴിഞ്ഞപ്പോൾ ജോയലിന് മനസ്സിലായി അവൻ്റെ ജീവൻ അപകടത്തിലാണെന്ന്. അങ്ങനെ അവനെ പിടിച്ച് കയറ്റാൻ വേണ്ടി കൈ നീട്ടി എടുത്ത് ചെന്ന്, പക്ഷേ ഇവൻ ആ മണക്കുഴിയിലേക്ക് പോയി. മറ്റവൻ പൊങ്ങി കിടന്നു, കാരണം മണൽക്കുഴിയിലല്ല പോയത്, വെള്ളത്തിലേക്കാണ് പോയത്. ഇവൻ മണക്കുഴിയിലായതുകൊണ്ട് നേരെ താഴേക്ക് പോയി. വേറൊരാൾ വന്ന് ഈ വെള്ളത്തിൽ പോയ ആളെ രക്ഷിച്ചു. ഇവനെ രക്ഷിക്കുന്നതിന് മുമ്പ് ഇവൻ താഴേക്ക് പോയി കഴിഞ്ഞത് 30 അടി താഴ്ചയാണ് അവിടെ. അപ്പോൾ അതുകൊണ്ട് പിന്നെ പിറ്റേ ദിവസമാണ് നമുക്ക് കിട്ടിയത്. പക്ഷെ അവിടെയൊക്കെ ഞങ്ങൾ രണ്ടുപേരും ആ സമയം ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം തന്ന ആ വിശ്വാസത്തിൻ്റെയും കർത്താവ് എത്ര കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു അത്. കാരണം രാവിലെ ഉറങ്ങിക്കിടക്കുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ സ്കൂളിലേക്ക് പോകുന്നത്. തിരിച്ചു വരുമ്പോഴാണ് ഈ ഫോൺ വരുന്നത്. അവൻ ഇനിയില്ല എന്നുള്ള യാഥാർത്ഥ്യം ഞങ്ങൾ ഉൾക്കൊണ്ടു. അപ്പോൾ ദൈവം തന്ന് ദൈവം എടുത്തു. ആ ഒരു രീതിയിൽ കർത്താവ് ഞങ്ങളെ വളർത്താൻ ഏൽപ്പിച്ചു. അത്രയും 19 വർഷമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ള തിരിച്ചറിവും തിരിച്ചു കൊടുക്കാനും ഒക്കെ സാധിച്ചു. പക്ഷെ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ ജസ്റ്റിൻ രാത്രി രൂപത്തിൻ്റെ നടയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചത്, ദൈവമേ ഇവൻ്റെ മരണത്തെ സഹിക്കാൻ ഞങ്ങൾക്ക് അവിടെ നിന്ന് കൃപ നൽകി. അവിടെയുള്ളവരെല്ലാവരും പറഞ്ഞത് ഈ ബോഡി കിട്ടാൻ സാധ്യത വളരെ കുറവാണ്, കാരണം കടലടുത്താണ്.
അടിയൊഴുക്ക് ഒത്തിരിയുള്ള ഒരു സ്ഥലമാണ്. ഒരുപക്ഷെ മീനുകൾ കൊത്തി പിന്നെ പലതരത്തിലും ഇത് നമുക്ക് കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പം അന്ന് രാത്രി തെരച്ചിൽ നിർത്തി വെച്ചേക്കെയാണ്. അപ്പം ആ രാത്രി എന്ന് പറയണത് ഇനി അവനെ കിട്ടുമോ ഇല്ലേന്ന് ഒരു സന്ദേഹവുമായിട്ടാണ് ജസ്റ്റിൻ തിരിച്ചു വന്നിട്ട് ഈ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ച് ഞാനും അപ്പോൾ ആമേൻ പറഞ്ഞു. കാരണം നാളെ അവൻ്റെ ബോഡി കിട്ടിയില്ലെങ്കിലും അതും സ്വീകരിക്കാനുള്ള കൃപ തരണേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രാർത്ഥിച്ചത്. നമ്മുടെ ഒരു യോഗ്യതയല്ല, മറിച്ച് നമ്മളില് ദൈവം ചൊരിഞ്ഞ കൃപയാണ്. പക്ഷെ അന്ന് ഞങ്ങൾ ആ രാത്രി തിരിച്ചറിഞ്ഞത് ദൈവത്തിൻ്റെ ഒരു വചനമാണ്. അതായത് ഞാൻ നൽകുന്ന സമാധാനം ലോകം തരുന്നത് പോലെയല്ല. കാരണം ആ അവസ്ഥയിൽ ഞങ്ങൾക്ക് സമാധാനമായിട്ടിരിക്കാൻ പറ്റി. ഇന്നും അവൻ്റെ മരണത്തെക്കുറിച്ച് ഇരിക്കുമ്പോൾ ഒരിക്കലും എൻ്റെ കണ്ണിൽ വെള്ളം വന്നിട്ടില്ല. പക്ഷെ നമ്മൾ ഏത് വീട്ടിൽ ഒരു മരണ വീട്ടിൽ ചെന്നാൽ അപ്പം എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകും. അത്രമാത്രം പെട്ടെന്ന് ഞാൻ നെർവസ് ആകുന്ന ആളാണ്. പക്ഷേ അവൻ്റേത് മരണം എന്നെ സംബന്ധിച്ച് വലിയൊരു ദൈവകൃപയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് കർത്താവ് നമുക്ക് വിവാഹ ജീവിതത്തിൽ 3 പേരെ തന്നുകൊണ്ട് അവരെ സ്വർഗത്തിലെത്തിക്കുക എന്നുള്ള വലിയൊരു ദൗത്യമാണ് ഏൽപ്പിച്ചത്. അതിൽ 3-1 തീർന്നു. അപ്പം ഞങ്ങൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത് ശരിക്കും. ഇനി 2 പേരെയും കൂടി എത്തിച്ചാൽ മതി. അപ്പം അങ്ങനെ ഒരു ആശ്വാസമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ശരിക്കും അറിയാം, ഞങ്ങൾക്ക് ലോകത്തിൻ്റെ രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് വിഷമവും വേദനയൊക്കെ ഉണ്ട്, ചിലപ്പോഴൊക്കെ നമുക്ക് ഇത് ചെയ്യാറുണ്ട്. പക്ഷേ എങ്കിൽ പോലും അതിൻ്റെയൊക്കെ മുകളിൽ നമുക്ക് ആയിരിക്കാൻ പറ്റുന്നുണ്ട്. അതൊരിക്കലും നമ്മളെ കീഴ്പ്പെടുത്തുന്നില്ല. എപ്പോഴും അവനെക്കുറിച്ച് ഓർക്കുമ്പോൾ അവൻ്റെ മരണത്തിൻ്റെ ഫോട്ടോ കാണുമ്പോൾ പോലും ഒരിക്കലും നമ്മുടെ കണ്ണ് നിറയാറില്ല. അത് ദൈവത്തിന് വലിയ കൃപയാണ്. കാരണം അവൻ ഈശോയുടെ അടുത്ത് എത്തി എന്നല്ല, കാരണം സ്നേഹിതന് വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് കർത്താവിൻ്റെ ഒരു വചനം ഉണ്ടല്ലോ. അവൻ അത് കാത്താണല്ലോ അവൻ്റെ ജീവൻ കൊടുത്തത്. അപ്പോൾ തീർച്ചയായിട്ടും അവൻ്റെ നിരവധിയായ പാപങ്ങൾ കർത്താവ് ക്ഷമിച്ചിട്ടുണ്ടാവുന്നും അവനിപ്പോൾ ഈശോയുടെ കൈകളിൽ ഉണ്ട്, തമ്പുരാൻ്റെ അടുത്തുണ്ട്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം. അതാണ് ഞങ്ങൾക്ക് നൽകുന്ന ഒരു സമാധാനം. മറ്റെന്തൊക്കെ നേടിയാലും ലോകം മുഴുവനും നേടിയാലും ആത്മാവ് നഷ്ടപ്പെട്ട അതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ലല്ലോ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു 19 വർഷം അവനെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു സത്യമാണത്. എങ്കിലും അതിനേക്കാൾ ഉപരി കർത്താവാണ് അവനെ തിരികെ എടുത്തേക്കുന്നത്. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അതിനെക്കുറിച്ച് നമുക്ക് അറിയില്ല. അത് അവിടെ ചെല്ലുമ്പോഴേ നമുക്ക് കൂടുതൽ ബോധ്യപ്പെടുള്ളൂ. അത് ദൈവം ചില കാര്യങ്ങൾ ചെയ്യാനുണ്ടാകുന്നുണ്ട്. കാരണം അതിലൂടെ നമ്മൾ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കി, ആഴത്തിൽ മനസ്സിലാക്കി. കാരണം നമ്മൾ ഈ കാണുന്ന സ്വപ്നം ഒന്നും അല്ല. അതുമാത്രമല്ല, പൈസ ആയാലും അധികാരമായാലും കസേര ആയാലും ഇതൊക്കെ ശാശ്വതമല്ല. വളരെ ഒരു നൈമിഷികം എല്ലാം അതെ, സൗന്ദര്യമാണെങ്കിലും ഇതൊക്കെ ഏത് നിമിഷവും പോകാവുന്നേ ഉള്ളൂ. ആകെ ഉള്ളത് നമുക്ക് അവിടെ സ്ഥാനം ഉണ്ടോ എന്നുള്ളതേ ഉള്ളൂ. അല്ല, സ്വർഗത്തിലെ നിക്ഷേപത്തെക്കുറിച്ച് അപ്പം ഞാൻ ചിന്തിക്കായിരുന്നു. അവന് MLA അവാർഡ് കിട്ടിയത് ഇവിടെ ഇരിപ്പുണ്ട്. അതുപോലെ അവന് ഇഷ്ടപ്പെട്ട പല സാധനങ്ങളും ബ്രാൻഡഡ് ആയിട്ടുള്ള അവൻ്റെ പല കാര്യങ്ങളും വിലപ്പെട്ടെന്ന് അവൻ കരുതിയ പല സാധനങ്ങൾ ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും അവൻ കൂടെ കൊണ്ടുപോയിട്ടില്ല. പക്ഷെ അവൻ്റെ ജീവിതത്തിൽ അവൻ ഒത്തിരി നന്മകൾ ചെയ്തിട്ടുണ്ട്, ഒത്തിരി കാര്യങ്ങൾ. ഇനി മൂത്തവനായതുകൊണ്ട് തന്നെ പലപ്പോഴും ക്ഷമിക്കുന്നതും വിട്ടുകൊടുക്കുന്നതും ഒക്കെ അവനാണ്. അങ്ങനെ പല പല കാര്യങ്ങളിലും നമുക്ക് വ്യക്തിപരമായി 2 വർഷം ഒരുങ്ങിയാണ് അവൻ പോയത്. ഇങ്ങനെ ചെയ്ത പോയത്. അപ്പൊ ഈ സുഹൃത്തുക്കളൊക്കെ അവൻ എന്തായാലും നിക്ഷേപമായിട്ട് സ്വർഗത്തിലുണ്ട്. അവന്റെ മരണശേഷം ആ ബുക്ക് അവൻ എഴുതി വെച്ച ആ ബുക്കുണ്ട്. അത് നമ്മൾ കണ്ടപ്പോൾ അതിലൂടെ ഞങ്ങളൊരു ഈ ആദ്യ കുർബാന സ്വീകരണത്തിനോട് ഒരുങ്ങാനുള്ള ഒരു ബുക്കും ഞങ്ങൾ പ്രിപ്പയർ ചെയ്തായിരുന്നു. പല പള്ളികളിൽ നമ്മളത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, കുഞ്ഞുങ്ങൾ ഒരുക്കുന്നുണ്ട്. നമ്മുടെ ഈ അനുഭവം പറഞ്ഞു കൊടുത്തേ. അപ്പോൾ അത് പലർക്കും അതൊരു വലിയൊരു പ്രചോദനമായെന്ന് നമ്മൾ പിന്നീട് അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ പങ്കുവയ്ക്കുമ്പോൾ, മാതാപിതാക്കളൊക്കെ പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാറുണ്ട്. ജോയലിന് ഇനി 2 അനുജന്മാരാണ് ഉള്ളത് അല്ലേ? അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് കൂടെ ഒന്ന് പറയാം. രണ്ടാമത്തെ ആള് ഇസാക് ജസ്റ്റിൻ. അവനിപ്പോൾ VFX കോമ്പോസിറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. മൂന്നാമത്തെ ആള് എവിൻ ജസ്റ്റിൻ. അവൻ മെഡിസിൻ ഇപ്പോൾ ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കണം, പുറത്താണ്. അപ്പം 2 പേരും നമ്മൾ സംസാരിച്ചു വരുമ്പോൾ നമ്മുടെ ഒരു ആത്മീയ ഒരു അടിത്തറ, ആ ഒരു കാമ്പുള്ള ഒരു ഉള്ള് ഉണ്ട്. അപ്പോൾ ശരിക്കും എങ്ങനെയാണ് ഇത്രയും ഒരു ദൈവാശ്രയ ബോധത്തിലേക്കും എത്ര വലിയ വേദന തന്നാലും അതിനെ മറികടക്കാൻ കഴിയുന്ന രീതിയിലുള്ളൊരു ദൈവിക ബന്ധത്തിലേക്ക് 2 പേരും വന്നത് എങ്ങനെയാണ്? ആ ഒരു ദൈവാനുഭവം, അതിൻ്റെ ഒരു തുടക്കം 2 പേരും ഒന്ന് ഷെയർ ചെയ്യണം. എന്നെ സംബന്ധിച്ച് ഞാൻ +1 എന്ന് പറഞ്ഞാൽ അന്ന് പ്രീ ഡിഗ്രി ആയിരുന്നു. ഫസ്റ്റ് പ്രീ ഡിഗ്രി കഴിയുന്ന സമയത്താണ് നവീകരണത്തിലേക്ക് വരുന്നത്. 1982 കാലഘട്ടം. അപ്പോൾ ശരിക്കും നവീകരണമൊക്കെ ആരംഭിക്കുന്ന ഒരു കാലഘട്ടം, ജീശുത്തിൻ്റെ ബിഗിനിങ്. ആ സമയത്ത് നമ്മൾ വന്നു. ജീശുത്തിലാണ് പിന്നെ നമ്മുടെ ആ യുവത്വം രൂപപ്പെടുന്നത്. അപ്പോൾ ശരിക്ക് നമ്മളെ സംബന്ധിച്ച്
നമുക്ക് എൻ്റെ ചേച്ചിമാരൊക്കെ മൂത്തവരായിരുന്നു, അതുകൊണ്ട് അവരുടെ സ്നേഹം അധികം എനിക്ക് കിട്ടിയിട്ടില്ല. അതേസമയം ഒത്തിരി സഹോദരിമാർ നമ്മുടെ ജീവിതത്തിലൂടെയും അല്ലാതെയും ഒക്കെ നമുക്ക് ഒത്തിരി പേരെ കിട്ടി. അവരുടെയൊക്കെ ഒരു സ്നേഹവും അതുപോലെ ചേട്ടന്മാരും, നമ്മൾ സ്വന്തം എന്ന് കരുതുന്ന ഒത്തിരി ചേട്ടന്മാരുണ്ടായിരുന്നു. എനിക്ക് ചേട്ടന്മാരുണ്ട്, അതുകൂടാതെ ഈ നവീകരണത്തിലൂടെ ജീവിതത്തിലൂടെയൊക്കെ ഒത്തിരി ചേട്ടന്മാരുണ്ട് നമ്മൾ പേഴ്സണലി അന്വേഷിക്കുന്ന അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ രൂപപ്പെട്ടത്. അതിൻ്റെ ഒരു ഫലം നമ്മൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇങ്ങനെയുള്ള സ്ട്രഗിൾസിലൂടെ പോകണം. കാരണം ടെസ്റ്റ് ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ എന്തായിരിക്കുന്നു എന്ന് മനസ്സിലാകുന്നത്. നമ്മൾ പോലെ അതിശയിച്ചു. നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവമേ, ഇപ്പോഴും നമ്മൾ സാധനങ്ങളിലൂടെയൊക്കെ പോകുന്നുണ്ട്, പക്ഷെ അവിടെയൊക്കെ വ്യത്യസ്തമായിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ദൈവം നമ്മളിൽ നിക്ഷേപിച്ച കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഞങ്ങൾ വല്ല വിശുദ്ധരോ ഒന്നും ആണെന്ന് വിചാരിക്കാൻ പറ്റില്ല. എങ്കിലും നമുക്ക് ആ സമയത്ത് ദൈവത്തെ ആശ്രയിക്കാനും തെറ്റുകൾ വീഴുന്നുണ്ടെങ്കിൽ നമുക്ക് സാധിക്കുന്നു. തെറ്റുകൾ വീഴുന്നുണ്ടെങ്കിലും നമുക്ക് പിടിച്ചു കയറാനും ദൈവത്തിൽ ആശ്രയിക്കാനും കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് ആ പഴയ അരൂപിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്നു. ഇതിനെല്ലാം സഹായിച്ചത് ശരിക്കും ഈ ഒരു ജീസസ് യൂത്ത് തീർച്ചയായിട്ടും ആ ഇതിലൂടെയാണ്. അതോടൊപ്പം നമ്മളെ ശാലോമും അങ്ങനെ എല്ലാ മിനിസ്ട്രികളും നമ്മളെ സഹായിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ യൂട്യൂബിലൂടെയൊക്കെ വരുന്ന പല ക്ലാസ്സുകളും ഒക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. പക്ഷേ ബേസിക്കലി ജീസസ് യൂത്താണ് നമ്മളെ അടുപ്പിച്ചത്. ടീച്ചറുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഞാൻ എൻ്റെ കോളേജ് ജീവിതത്തിനിടയിലാണ് ഈശോയെ കണ്ടുമുട്ടുന്നത്. ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ലോകത്തിൻ്റെ സന്തോഷങ്ങളിലാണ് ഞാൻ കടന്നു പോയേക്കണത്. പക്ഷേ എൻ്റെ ഉള്ളിൽ ഭയങ്കര ശൂന്യതയായിരുന്നു. ഞാൻ അന്ന് ജീസസ് യൂത്ത് അന്ന് ധ്യാനം നടത്തുന്നത് അവരുടെ മുഖത്ത് കണ്ട പുഞ്ചിരിയും സന്തോഷവും ആ ഒരു അവർ അവരോ ദൈവമായിട്ടുള്ളൊരു അടുപ്പമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കും ഈ ദൈവത്തെ ഈ സന്തോഷം, ഈ യഥാർത്ഥ സന്തോഷം അതാണെന്ന് എനിക്ക് മനസ്സിലായി. അന്ന് ഞാൻ തുടങ്ങിയതാണ് ഈശോയായിട്ടുള്ളൊരു ബന്ധം. പക്ഷെ അത് 3 വർഷം എൻ്റെ കോളേജ് ജീവിതം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ അമൂല്യതയും ഈശോ എന്തുമാത്രം എന്നെ ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് നൽകിയത് അതിലൂടെ കടന്നുപോയപ്പോഴാണ്. സീറ്റയെ സംബന്ധിച്ച് 5ാം ക്ലാസ്സിൽ വെച്ച് അപ്പനെ നഷ്ടപ്പെട്ട ആളാണ്. ഒരു പിതാവിന്റെ സ്നേഹം ശരിക്കും ഞാൻ ഈ ഈശോയെ കണ്ടുമുട്ടിയപ്പോഴാണ് എനിക്ക് ആ ഒരു നഷ്ടപ്പെട്ടു പോയ അപ്പൻ്റെ ഒരു സ്നേഹവും അല്ലെങ്കിൽ ദൈവം എന്തുമാത്രം എന്നെ കരുതുന്നുണ്ടെന്ന്. ഞാൻ അതുവരെ എനിക്കൊരു പരാതി ഉണ്ടായിരുന്നു. ദൈവത്തിന് ചിലരെ മാത്രമാണ് ഇഷ്ടം, ചിലരോടൊക്കെ എന്നെയൊന്നും അത്ര വലിയ ഇഷ്ടമില്ല, അങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു. അതെല്ലാം ശരിക്കും മാറി. ഞാൻ തമ്പുരാനെ ശരിയായ രീതിയിൽ കാണാൻ തുടങ്ങിയപ്പോൾ ഈശോ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്നൊന്നുമല്ല, ശരിക്കും ഞാൻ ആ പ്രകാശത്തിലേക്ക് കടന്നു വന്നപ്പോൾ എന്നെ കാണാൻ പറ്റി. എൻ്റെ കുറവുകൾ, എൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഞാൻ തിരുത്തേണ്ടത്, അങ്ങനെ എനിക്ക് നന്നായിട്ട് മാറാൻ പറ്റി. നമ്മൾ ഈ ഒരു മിഷൻ ഒരു തീക്ഷ്ണതയിലേക്കും അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഈശോയെ കുറിച്ച് പറയണം, മറ്റുള്ളവരും ഈശോയുടെ രക്ഷ അനുഭവിക്കണം, ആ ഒരു തീക്ഷ്ണതയിലേക്ക് കടന്നു വരുന്നതും മിഷൻ യാത്രകൾ നടത്തുന്നതും അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലം എങ്ങനെയായിരുന്നു? ഒന്ന് ജോയലിൻ്റെ ഒരു ഇത്, മറ്റൊന്ന് നമ്മളെ സംബന്ധിച്ച് ഞാനൊരു അധ്യാപകനായതുകൊണ്ട് നമ്മുടെ കൂടെ ഒത്തിരി കുട്ടികളെ നമ്മൾ പറഞ്ഞത്, അത് ആൺകുട്ടികളും പെൺകുട്ടികളും, പ്രത്യേകിച്ച് അറിയാലോ ഒരു +2 കഴിഞ്ഞ് വരുന്ന കുട്ടികളാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ അവരുടെയൊക്കെ ജീവിതത്തിൽ വലിയ ലക്ഷ്യങ്ങളൊന്നുമില്ലാതെയാണ് പല പിള്ളേരും പോകുന്നത്. അപ്പോൾ അവരെയൊക്കെ ലക്ഷ്യബോധത്തിലേക്ക് നയിക്കാൻ, കാരണം ഞാനും ഒത്തിരി വേദനയിലൂടെയും സഹനത്തിലൂടെയൊക്കെ പോയ ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ വേദനിക്കാറുണ്ട്. നമ്മൾ ഈശോയെക്കുറിച്ച് പറയുന്നില്ലേ, ആ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവന് അനുകമ്പ തോന്നി. ശരിക്കും ആ ഒരു അനുകമ്പ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള പിള്ളേരെ കാണുമ്പോൾ, അപ്പം നമുക്ക് അവർക്ക് എന്ത് കൊടുത്താലും മതിയാവുക. പക്ഷെ നമുക്ക് കൊടുക്കാവുന്ന സ്നേഹത്തിന് പരിമിതിയുണ്ട്. ആകെ അത് തരാൻ പറ്റിയ ഒരാൾ ഈശോയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു എൻ്റെ ജീവിതത്തിലൂടെ. ഈ 1 യോഹന്നാൻ 5:5 പറയുന്ന പോലെ കർത്താവായ യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ മറ്റാരാണ് ലോകത്ത് ജയിക്കുന്നത്? നമ്മുടെയും മക്കളെ നമ്മുടെ മുന്നിൽ വെക്കുന്നത്, ഞങ്ങളുടെ സ്വന്തം മക്കൾ മാത്രമല്ല, നമ്മുടെ മുന്നിൽ കാണുന്ന ഈ മനുഷ്യരെ ദൈവത്തിലേക്ക് എത്തിച്ചില്ലെങ്കിൽ, ഈശോയിലേക്ക് എത്തിച്ചാൽ മാത്രമേ അവർ രക്ഷപ്പെടുള്ളൂ. നമുക്കൊരു വലിയ ബോധ്യമുണ്ട്. അവരെ ലോകത്ത് ജയിക്കുകയുള്ളൂ. ഇനി ഈ ലോകത്തിൽ ചിലപ്പോൾ ലോകത്തിൻ്റെ മുമ്പിൽ പരാജയം പോലും സ്വർഗത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ജയം. അതിലേക്കെങ്കിലും എത്തിക്കാൻ പറ്റുക, അതാണ് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിരുന്നത്. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ വന്ന ഓരോ വ്യക്തിയോടും പേഴ്സണലായിട്ട് ഇടപെടാനും, അവരൊക്കെ ഒരു ചേട്ടനെ പോലെ അപ്പനെ പോലെയാണ് എന്നെ കണ്ടിരുന്നത്. അത് എൻ്റെ ശിഷ്യകൾക്ക് സാക്ഷ്യപ്പെടുത്താൻ പറ്റും. അപ്പോൾ അതുപോലെയാണ് എനിക്ക് ആയത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റിട്ടയർ ആയതിനു ശേഷമാണെങ്കിലും മിഷനിലേക്ക്
ചെയ്യണം, മറ്റുള്ളവരെ ഈശോയിലേക്ക് അടുപ്പിക്കണം, ഈശോയെ ഈശോയായിട്ട് അറിയുക, ഈശോയെ അറിയുക. അത് ലോകത്തിൻ്റെ രക്ഷകൻ ഈശോ മാത്രമാണ്. അപ്പോൾ അത് അറിഞ്ഞില്ലെങ്കിൽ പിന്നെ അവരുടെ ജീവിതം ഒന്നുമല്ലാതെ ചെയ്തത്. അത് നമ്മൾ കാവൽക്കാരനാണ്, കുഴലൂതേണ്ടവനാണ്. ഞാൻ കുഴലൂതണം, അത് കേൾക്കുന്നവൻ കേൾക്കാതിരിക്കുകയോ ഒക്കെ അവൻ്റെ ദൗത്യം. പക്ഷെ എൻ്റെ ദൗത്യം എൻ്റെ ദൗത്യമാണ്. അങ്ങനെ ഒരു മിഷൻ എവിടെ പോകാൻ പറ്റും എന്നൊക്കെ അന്വേഷിച്ച് അങ്ങനെയുള്ള ഗ്രൂപ്പുകളായിട്ട് ചേർന്ന് മിഷന് പോകാനും ഒക്കെ തുടങ്ങി. അങ്ങനെയാണ് എൻ്റെ ഒരു മിഷൻ. ഇത് ആദ്യം ജസ്റ്റിൻ ചേട്ടൻ തനിച്ചായിരുന്നു അതോ കുടുംബമായിട്ടാണോ പോയത്, എങ്ങനെയാണ്? ആദ്യത്തെ ഒരു ബാച്ചിൽ ഞങ്ങൾ കൊറോണയ്ക്ക് മുമ്പ് ഒന്ന് പോകണമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഒരുമിച്ച് ഇളയ മോനെ ഒരുമിച്ച് ഞങ്ങൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തതാണ്. പക്ഷേ ആ കോവിഡ് വന്നു, അത് ക്യാൻസലായി. പിന്നീട് ഒരു 2 വർഷം കഴിഞ്ഞിട്ടാണ്, പിന്നെ അമ്മയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നിച്ചു പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് പോകണം. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. അപ്പോൾ അത് നോർത്ത് ഈസ്റ്റിലാണ് പോയത്. അവിടെ പോയി, അവിടെ ഒരു ചെറിയൊരു ഗ്രാമം. ആ ഗ്രാമത്തിലെന്ന് പറഞ്ഞാൽ ആകെ ഉള്ളത് സോളാറാണ്. ഒരു വീട്ടിൽ ഒരു സോളാർ ഉണ്ടാവും. അതൊരു ലൈറ്റ് നമുക്ക് ഏറ്റവും നല്ല വീടാണ് നമുക്ക് തന്നേക്കണം. ആ വീട് നമുക്കറിയാം അത്രയും ചെറിയ. പക്ഷെ നമ്മളിതെല്ലാം നേരത്തെ മുൻകൂട്ടി നമുക്ക് ട്രെയിനിങ് തന്നേക്കണോണ്ട് നമ്മൾ വളരെ സന്തോഷത്തോടെയാണ് അവിടെ ചെന്നത്. അപ്പോൾ ഒരു കുന്ന് കയറി മുകളിലേക്ക് കയറണം. ഈ പെട്ടിയൊക്കെ എടുത്ത് കയറാൻ വലിയ പാടാണ്. ഞാൻ വിചാരിച്ചു ദൈവം ഇതങ്ങനെ കയറും. പക്ഷെ പിന്നീട് നിരപ്പുള്ള സ്ഥലമായിരുന്നു. അപ്പോൾ അവിടെ ഒരു ഏറ്റവും നല്ലൊരു വീട്ടിൽ നമ്മൾ ഇത് ചെയ്തു. ഒരു കട്ടിൽ നമുക്ക് ഉണ്ടായിരുന്നു അവിടെ കയറി. പിന്നെ ബാത്റൂമൊക്കെ നമുക്ക് ഊഹിക്കാം. അതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, ഏതായാലും സിറ്റുവേഷൻ. അപ്പം രാത്രി എന്ന് പറഞ്ഞാൽ 9 മണിയാകുമ്പോൾ കറണ്ട് എന്ന് വെച്ചാൽ ലൈറ്റ് ഉണ്ടാവില്ല, ഫാനില്ല. നമ്മളിവിടെ എല്ലാ സൗകര്യത്തിലും കിടക്കുക. പക്ഷെ അവിടെ കർത്താവിലായി കഴിയുമ്പോൾ ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഞങ്ങൾ ഒരാഴ്ച അവിടെ തങ്ങി, പക്ഷെ ഒരു പ്രശ്നമില്ലായിരുന്നു. വളരെ സന്തോഷത്തോടെ അവരിൽ ഒരാളായിട്ട് ജീവിക്കാനും, ഭക്ഷണവും അവരുടെ ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത്. ഒന്നും നമ്മൾ കഴിക്കാതിരിക്കില്ല, എല്ലാം നമ്മൾ കഴിക്കും. പക്ഷെ അതൊന്നും കഴിച്ച് നമുക്കൊരു പ്രശ്നമില്ല. നമ്മളിവിടെ ചിക്കനും മട്ടനും ഒക്കെ കഴിക്കുന്ന അതേ ആസ്വാദ്യതയോടെ അവരുടെ പരിപ്പും ചെറിയ അരികളും ഒക്കെ ഉള്ള ഭക്ഷണം, ചിലത് കയ്പ് സാധനമായിരിക്കും, പക്ഷെ അവരുടെ ഏറ്റവും വിശിഷ്ടാതിഥികൾക്ക് കൊടുക്കുന്ന ഭക്ഷണമായിരിക്കും. അപ്പോൾ നമ്മളത് കഴിക്കേണ്ടി വരും. നമ്മൾ കഴിക്കും, ഈശോയെ പ്രതി നമ്മൾ കഴിക്കും. അപ്പോൾ അങ്ങനെ ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏത് മനോഭാവത്തോടെ കാണുന്നു, ഈശോ കൊടുക്കാൻ നമുക്ക് എത്രത്തോളം താല്പര്യമുണ്ട്, അതനുസരിച്ച് നമുക്ക് ആ സാഹചര്യത്തേക്ക് നേടാൻ പറ്റും. പല സ്ഥലങ്ങളിലും നമ്മൾ ഇതുപോലെ പോയിട്ടുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെല്ലുന്നതും നമ്മുടെ പ്രാർത്ഥനയിൽ അവരെ പരിശീലിപ്പിക്കുമ്പോഴും അവർക്ക് അത് എത്രത്തോളം അനുഗ്രഹപ്രദമാകുന്നുണ്ട്, എത്രത്തോളം താല്പര്യത്തോടെയാണ് അവർ വരുന്നത്? വീടുകളിൽ ചെല്ലുമ്പോൾ പൊതുവെ കത്തോലിക്ക കുടുംബങ്ങളാണ്, വർഷങ്ങളായിട്ട് അവർ കത്തോലിക്ക കുടുംബജീവിതം. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഈശോയുടെ ഫോട്ടോ ഒഴിച്ച് ബാക്കിയെല്ലാം ഉണ്ടാവും. പക്ഷെ അവർക്കറിയില്ല എന്താ ചെയ്യുന്നത്. കാരണം അവിടെ അവരുടെ വീട് പണിയുന്ന ആരെങ്കിലും വന്ന് ഈ സാധനം വെച്ചാൽ ഐശ്വര്യം ഉണ്ടാവും എന്ന് പറയുമ്പോൾ പാവം മനുഷ്യർ മേടിച്ചു വെക്കുക. അവർക്ക് ആ വേണ്ട കാറ്റഗറീസ് കിട്ടാത്തതാണ്, ശരിയായ രക്ഷയും കിട്ടാത്തതാണ്. പക്ഷെ നമ്മള് കാര്യം പറഞ്ഞു കഴിയുമ്പോൾ അവര് അപ്പം തന്നെ എത്രയും നാൾ വലിയ ഇതായിട്ട് സൂക്ഷിച്ചത് അവര് വേഗം അഴിച്ച് നമുക്ക് തരുന്നു, അവർ കൊണ്ട് കത്തിക്കുന്നു, അവര് മാറുകയാണ്. ആ ടോട്ടൽ ഇടവക, ഞാൻ പോയ ഇടവകയെന്ന് പറഞ്ഞാൽ ആ രൂപതയിൽ നൊട്ടോറിയസ് ഇടവകയെന്ന് പറഞ്ഞിരുന്ന ഒരു ഇടവക. കാരണം അച്ഛന്മാർക്കൊക്കെ പേടിയാണ് അവിടെ നിൽക്കാൻ. അതിൻ്റെ സബ്സ്റ്റേഷനിലാണെങ്കിലും ഒത്തിരി പ്രശ്നങ്ങളുള്ളതായിരുന്നു. പക്ഷെ നമ്മൾ 2-3 പ്രാവശ്യം വിസിറ്റ് ചെയ്യട്ടോ. ആദ്യത്തെ ഒരു ബാച്ച് പോയിരുന്നു, ഞങ്ങൾ 2ാമത്തെ ബാച്ചിലാണ് പോകുന്നത്. ഒരു നിലം കുറച്ചൊരുങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷേ എന്നാലും നമ്മൾ ചെല്ലുമ്പോൾ ഏതാണ്ട് ഇതൊക്കെ അവസ്ഥ തന്നെയാണ്. പക്ഷേ അവിടെ ഞങ്ങൾ പോരുന്നതെന്ന് റിട്രീറ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ, റിട്രീറ്റിന് സാധാരണ ഞായറാഴ്ച പള്ളിയിൽ 15 പേര് 20 പേര് വരുന്നിടത്ത് 900-1000 പേര് ഇടവക വികാരിയച്ഛൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം കുഞ്ഞു കുട്ടികളടക്കം പ്രായമായത് നടക്കാൻ പറ്റാത്തവർ വരെ വന്ന് കുർബാനയും ധ്യാനവും, അതും ഫാനൊന്നും ചില സമയത്ത് കറണ്ട് പോകും. കാരണം ഫാനില്ലാതെ അവർ കൂടാതെ നല്ല ചൂടാണ്, ആന്ധ്രയിൽ അറിയാമല്ലോ, ചൂട്. ആ മെയ് മാസത്തിലാ പോകുന്നത്. അവരവിടെ നിന്ന് കേൾക്കുക. ശരിക്കും നമ്മൾ ലജ്ജിച്ചു പോകും. അവരുടെ താല്പര്യം. കാരണം നമ്മള് അവരങ്ങനെ ആയിപ്പോയത് നമ്മുടെ കുറ്റമാണത്. നമ്മളവിടെ ഒന്ന് ചെന്ന് കുറച്ച് നാൾ അവരുടെ കൂടെ ഒന്ന് താമസിക്കുകയും അവർക്ക് വേണ്ടത് കൊടുത്തിരുന്നെങ്കിൽ അവരൊക്കെ നമ്മളെക്കാൾ വിശുദ്ധരായ ക്രിസ്ത്യാനികളായാലേ. അതൊരു 10 ദിവസത്തെ ഒരു ഔട്ട്റീച്ച് ആണ്. ഓരോ വീടുകളും കയറി ഇറങ്ങി പ്രാർത്ഥിച്ച്
അവരെ ആ ഇടവകയായിട്ട് ബന്ധിപ്പിച്ച ആ ഇടവക മൊത്തം ഇങ്ങനത്തെ ഒരു ഇടവക. അത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. കർത്താവ് അത് തന്നെ പറഞ്ഞത്, വിളവധികം വേലക്കാരോ ചുരുക്കം. ശരിക്കും 4 വിളഞ്ഞ് ഭാഗമായി കിടക്കുകയാണ് നമ്മുടെ. അതുപോലെ അവിടെ തന്നെ ഒരു സബ്സ്റ്റേഷനിൽ പഴയ അച്ഛനുമായിട്ട് ചെറിയ നിസ്സാര പ്രശ്നങ്ങളായിട്ട് കുറേ കുടുംബങ്ങൾ മാറി നിൽക്കുക. പക്ഷേ നമ്മുടെ കൂടെയുള്ള ചില സുവിശേഷകർ അവിടെ ചെന്ന് സംസാരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇത് കഴിഞ്ഞപ്പോൾ അവിടെ ടോട്ടലി മാറുക. അവരൊക്കെ പിന്നെ പള്ളിയിൽ വരുന്നു, വഴി കേസൊക്കെ കൊടുത്തിരുന്നൊരു കേസ് പിൻവലിക്കുന്നു, പള്ളിയായിട്ട് സഹകരിക്കുന്നു. അങ്ങനെ വലിയ മാറ്റങ്ങളുണ്ടാകുന്നത്. നമ്മൾ സാധാരണക്കാരാണ് ചെല്ലുന്നത്. അതുപോലെ നമ്മൾ ചെന്ന് വെറുതെ കൈ നീട്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ നടക്കുക. ചിലപ്പോൾ ചിലർ മറിഞ്ഞു വീഴുന്നു. നമ്മളിത് റെയ്നാഡ് ബോങ്കയോ അല്ല വേറെ പലരും ഒക്കെ പ്രാർത്ഥിക്കുമ്പോൾ കാണുന്നത്, നമ്മൾ ഈ സാധാരണക്കാർ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ നടക്കുന്നു. അതിനൊരു കാരണമുണ്ട് കേട്ടാ. ഈ പോകുമ്പോൾ നമ്മൾ മാത്രം പ്രാർത്ഥിച്ചൊരുങ്ങിയാലും നമുക്കൊരു പരിമിതിയുണ്ട് പ്രാർത്ഥിച്ച് കൊണ്ടുപോകുന്ന പ്രാർത്ഥനയുടെ ഒരു കളക്ഷൻ. അപ്പം നമ്മൾ പോകുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടി കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാൻ നമ്മൾ വലിയ ടീമുണ്ട്. അപ്പൊ ഒരു 700,000 കൊന്തയൊക്കെ പേഴ്സണലി നമ്മള് ജസ്റ്റിൻ പോകുന്ന മിഷന് വേണ്ടി ഏൽപ്പിച്ചിട്ടാ പോകണം. അപ്പൊ 600-700 ചിലപ്പോ 800 കൊന്തകളാണ് നമ്മുടെ സഹപ്രവർത്തകര്, റിട്ടയർഡ് ആയവര്, അയൽവക്കത്തുള്ളവര് ഒക്കെ കൊന്ത ചൊല്ലുന്നുണ്ടായിരുന്നു. അപ്പൊ ആ മാതാവിന്റെ ആ മധ്യസ്ഥ സഹായമാണ് ഇവർക്ക് ഇത്രയും, കാരണം തിന്മയോടാണ് നമ്മൾ പോരുന്നത്. പക്ഷെ അവിടെയൊക്കെ നമുക്കൊരു പരിക്കും പറ്റാതെ പോയപ്പോഴേ ഞങ്ങൾ ഒന്നിച്ചാ പോയത്. അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെടുമ്പോൾ ഇയാൾക്ക് സാധാരണ യൂറിൻ ഇൻഫെക്ഷൻ മിക്കവാറും വരാറുണ്ട് പലപ്പോഴും, വെള്ളം ഇത്. അപ്പൊ നമ്മൾ റെസ്റ്റ് ചെയ്യുക, ഒരു അതിന്റെ മരുന്ന് മേടിച്ച് കഴിക്കുക, ഇതാണ്. പിന്നെ റെസ്റ്റ് തിരക്കില് ഞങ്ങൾ ഒരു ബോട്ടിലെ കൊണ്ടുപോയിട്ടുണ്ട്. അല്ല, ഇയാൾക്ക് നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂറിൻ ഇൻഫെക്ഷൻ ആയി ഒരാഴ്ച മുമ്പ്. അപ്പോൾ ഒരു ബോട്ടിലാണ് ഞങ്ങൾ എക്സ്ട്രാ മേടിച്ചുകൊണ്ട് പോയത്. അത്രയും ഓർത്തുള്ളൂ. സാധാരണ ഞാൻ ഇതിലും ഭയങ്കര കരുതലുള്ള ആളാണ്. പക്ഷെ എനിക്ക് തന്നെ ഓർത്തില്ല, ഞാൻ ഒരു കുപ്പിയെ മേടിച്ചുള്ളൂ. പോയി ഗ്രാമം നമുക്കറിയാലോ, അവിടെ ഒരു കടയില്ല, മരുന്നില്ല, ഒന്നും കയറാൻ പോലും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഒരു സ്റ്റെപ്പ് അവിടെയാണ് കുന്ന കയറിയ അയാൾ പോകുന്നത്. അവിടെ വെച്ച് യൂറിനൽ പ്രോബ്ലം ഉണ്ടായിരുന്നില്ല എന്ന് പറയും. ഈ ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടത്തെ പോലെ നിരപ്പായ പ്രദേശമല്ല. ഞാൻ എന്ന് പറഞ്ഞാൽ ഒരു ഇച്ചിരി ദൂരം പോകണമെങ്കിൽ ഏതെങ്കിലും വണ്ടി വിളിച്ച് ജസ്റ്റിനുണ്ട്, അല്ലെങ്കിൽ ആങ്ങളുടെ പിള്ളേരുണ്ട്, ആരെങ്കിലുമൊക്കെ എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടേ ആക്കും. നടക്കാൻ ഭയങ്കര മടിയുള്ള ആളാണ്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അറിയാലോ, ആ ഗ്രാമങ്ങളിൽ എന്ന് പറഞ്ഞാൽ യാത്രാ സൗകര്യമില്ല. പിന്നെ ഒരു വീടുകളിൽ എത്തണം എന്ന് പറഞ്ഞാൽ നടക്കണം, ദൂരം. അവരുടെ ഇവിടെ ഇച്ചിരി എടുത്താന്ന് പറയും, പക്ഷെ കിലോമീറ്ററുകൾ നടന്നാണ് നമ്മൾ ഓരോ വീടും സന്ദർശിക്കണത്. പക്ഷെ എനിക്ക് തന്നെ അത്ഭുതപ്പെട്ടു. അത് കുന്നാണ്, നിരപ്പല്ല. ഈ കുന്നുകൾ കയറി ഇറങ്ങി ഇത്രയും ഞാൻ എങ്ങനെ ഇത് സാധിച്ചു. അത് കഴിഞ്ഞ് ഒരു സ്ഥലത്ത് എത്തിയപ്പോഴേക്കും ഒരു കുന്നിൻ്റെ മുകളിൽ എത്തി കഴിഞ്ഞു എന്നേ പേരിക്കണം. അപ്പോൾ അടുത്ത വീട് കയറണമെങ്കിൽ ഒരു കുത്തനെയുള്ളൊരു കുന്നാണ്. ആ കുന്ന് കയറിയാൽ ആ വീട്ടിലെത്തുള്ളൂ. അപ്പം എനിക്ക് പറ്റുമോ, അത് കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അങ്ങ് കയറി. എനിക്ക് തന്നെ അത്ഭുതം തന്നെ. ഒരു ബസ്സിൽ ചവിട്ടുപടി കയറാൻ തന്നെ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഞാൻ ഈ കുന്നും മലയൊക്കെ കിലോമീറ്ററുകൾ നടന്നതൊക്കെ ശരിക്കേ പരിശുദ്ധാത്മാവ് നമ്മ ഒരു ചുവട് വെക്കുമ്പോൾ ബാക്കി 1000 ചുവട് കർത്താവ് നമ്മളെ എടുത്തുകൊണ്ട് പോകുന്ന അവർക്കെന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾ പോകുമ്പോഴേക്കും അച്ഛന് ഒരു ഫോൺ തന്നെയാണ്, അച്ഛ ഇങ്ങനെ മരിച്ചു. അപ്പൊ അച്ഛൻ പറഞ്ഞാൽ അടക്കിക്കോ. കാരണം എന്ന് വെച്ചാൽ അത്രേ പറ്റുള്ളൂ, അത്രയും ദൂരം നിന്നാണ് ഈ വിളി വന്നത്. അപ്പൊ അച്ഛന് ഇനി 2-3 ദിവസം കഴിഞ്ഞ് അവിടെ എത്തുള്ളൂ. അപ്പൊ നമുക്കൊക്കെ എന്ന് പറയണെങ്കിൽ പള്ളിയും ഇതുമൊക്കെ ഇത്രയും നമ്മൾ സമ്പന്നതയിലാണ് ജീവിക്കണതേ. അവർക്കൊരു പ്രാർത്ഥന, ഒരു കുമ്പസാരിക്കണമെങ്കിൽ ഇപ്പൊ ഞങ്ങൾ അന്ന് പോയപ്പോ അവരൊരുക്കി കുമ്പസാരത്തിന് വേണ്ടി. പിന്നെ പല കൂതാശകളും അവർ സ്വീകരിച്ചിട്ടില്ല. ആകെ ഒരു മാമോദീസയാണ് പലർക്കും കിട്ടിയേക്കണത്. അപ്പൊ അതിനുശേഷം ഉള്ള കാര്യങ്ങൾ നമ്മളൊക്കെ പോകുമ്പോ അവർ ഒരുക്കിയാണ്. പ്രാർത്ഥനകൾ പോലും, കൊന്ത ചൊല്ലാൻ പോലും നമ്മൾ അവരെ പഠിപ്പിക്കുന്നത്. നമ്മുടെ കൊച്ചന്മാരൊക്കെ അവർ അസിസ്റ്റന്റ് വികാരികളായിരുന്നു. വികാരികളാകുന്നതിന് മുമ്പ് 1-2 വർഷമൊക്കെ നമ്മുടെ മിഷനിലൊന്ന് പോയിരുന്നെങ്കിൽ ശരിക്ക് എന്തൊരു വലിയ കാര്യമായിരുന്നു. ശരിക്കും പല രൂപതകളും ആ രീതിയിലുള്ള ഒരു സമീപനം ആരംഭിച്ചിട്ടുണ്ട്. കാരണം അവര് ഞങ്ങളുടെ ഒരു പ്രാർത്ഥനയാണത്. അല്ല, ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ പല രൂപതകളും ആ രൂപതകൾക്ക് പ്രത്യേക ഉത്തരവാദിത്വമുള്ള മിഷൻ രൂപതകളിലേക്ക് ആ രൂപതയിൽ പട്ടം കിട്ടി വരുന്ന നവവൈദികർക്ക് ഒരു നിശ്ചിത കാലഘട്ടം ഒരു പരിശീലനം പോലെ അവസരം കൊടുക്കും. നന്നായിരിക്കും. കാരണം അവരുടെ ജീവിതത്തിലും അത് വലിയ അനുഭവം. അവിടെ ചെല്ലുന്ന സ്ഥലത്ത് ആളുകൾക്കും അതൊരു കർത്താവിനെ കിട്ടിയ ഒരു അനുഭവമായിരിക്കും. അതെ അതെ അതെ. ശരിക്കും രണ്ടുപേരും ഇങ്ങനെ മത്സരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അത്രമാത്രം ശരിക്കും നിങ്ങളുടെ രണ്ടുപേരുടെ ഉള്ളിലെ ആ ഒരു അനോയിന്റിങ്, അതുപോലെ തന്നെ ആ ഒരു കൃപയുടെ നിറവും ആ അനുഭവങ്ങളോടുള്ള ഒരു തീക്ഷ്ണതയും ഒക്കെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
അത് എൻ്റെ മനസ്സിലേക്ക് വരുന്നൊരു കാര്യം ഇതാണ്, ഇസ്രായേൽ ജനത്തിൻ്റെ കരച്ചിലിൻ്റെ ഉത്തരമാണ് മോശ. അതുപോലെ അനേകരുടെ കരച്ചിൽ ദൈവത്തിൻ്റെ പക്കലെത്തുന്നുണ്ട്. അവർക്ക് ആശ്വാസം നൽകാൻ വേണ്ടിയാണ് നമ്മളെ ദൈവം ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. നമ്മുടെ ദൗത്യമാണ് നമ്മുടെ സഹോദരങ്ങളുടെ അടുത്തേക്ക് അവരുടെ രക്ഷ ആരിലേക്കാണെന്നുള്ളത് ഒരു ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു ദൗത്യം നമുക്കുണ്ട്. ശരിക്കും ടെസ്ല ടീച്ചർ പറഞ്ഞു വെച്ച ആ ഒരു പോയിന്റിൽ നമ്മൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കാരണം രണ്ടുപേർക്കും ഒരുപാട് കാര്യങ്ങൾ ഇനിയും ശാലോം TV പ്രേക്ഷകരോട് പറയാനുണ്ട് എന്ന് നമുക്കറിയാം. എങ്കിലും അനേകരുടെ നിലവിളികൾ ഇപ്പോഴും ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മാറ്റൊലി കൊള്ളുകയാണ്. ദൈവത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള നിലവിളി. ആ നിലവിളി കേട്ട് ദൈവത്തിന്റെ സ്നേഹവുമായി, ദൈവത്തിന്റെ സുവിശേഷവുമായി അവരുടെ അരികിലേക്ക് കടന്നു ചെല്ലാൻ ഒരുപാട് പേരെ ഈ ഒരു എപ്പിസോഡ് പ്രചോദിപ്പിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. വിളവധികം വേലക്കാരോ വിരളം, വിളവിൻ്റെ നാഥാ വിളവെടുക്കുവാൻ. വിളവധികം വേലക്കാരോ വിരളം, വിളവിൻ്റെ നാഥാ വിളവെടുക്കുവാൻ. വേലക്കാരായി അയക്കേണമേ, അഭിഷേകത്താൽ ശക്തരാക്കണേ.